പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധി ചോദിച്ചത്. മോഡിയും പിണറായിയും തമ്മിലുള്ള ഒരു അവിശുദ്ധ ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം അറസ്റ്റ് സംഭവിക്കാത്തത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ വമ്പിച്ച ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾക്കൊക്കെ നേരെയുണ്ടായ ആക്രമണം, ഇതിൽ കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ അടക്കം ഇടപെടൽ നടത്തുകയാണ്. ഗവർണർ അവരുടെ അടക്കം റിപ്പോർട്ട് ഇപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു അന്വേഷണത്തിലേക്കും കാര്യങ്ങൾ നീങ്ങുകയാണ്. എന്തിനാണ് സാർ കഴിഞ്ഞ ദിവസം ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്? അതും വീണയ്ക്ക് വേണ്ടിയിട്ട്. ആരാണ് ഈ വീണ? പാർട്ടിക്കാർക്ക് ആരാണ് ഈ വീണ? വീണ ഒരു കൊടിയെങ്കിലും പിടിച്ചിട്ടുണ്ടോ? വീണ ഏതെങ്കിലും ഇവിടെയുള്ള തൊഴിലില്ലായ്മയ്ക്കെതിരെയോ അല്ലെങ്കിൽ വിലക്കയറ്റത്തിനെതിരെയോ തെരുവിലിറങ്ങിയിട്ടുണ്ടോ? ആരാണ് ഈ വീണ? സാർ എനിക്കത് ശരിക്കും പറഞ്ഞ രോക്ഷം കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇവൾ ആരാണ് ഈ വീണ? ഇതിൽ നമ്മൾ തമ്മിലുള്ള ചർച്ചയ്ക്ക് മുമ്പ് ആദ്യമായിട്ട് ഞാൻ ഒരു പാവം പിടിച്ച സഖാവിൻ്റെ പേരിൽ എന്താ പറയുന്നത്, നമ്മുടെ ദുഃഖം രേഖപ്പെടുന്നു. അത് മറ്റാരുമല്ല, സഖാവ് കുഞ്ഞുകൃഷ്ണൻ. അദ്ദേഹം തൻ്റെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് പയ്യന്നൂർ മത്സരിക്കാൻ വരുമ്പോൾ അണികൾക്ക് കൊടുത്തൊരു ഉപദേശമുണ്ട്. അണികൾ നേതാക്കന്മാരെ തെറ്റ് ചെയ്താൽ അണികൾ നേതാക്കന്മാരെ തിരുത്തണം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ മറിച്ച് തിരുവനന്തപുരത്ത് നടക്കുന്നത്, തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന നേതാവിൻ്റെ പുറകെ പിന്നെയും അണികൾ വാശിയോടെ പോകുന്നതാണ്. ഇതൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര CPM-ൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രശ്നമല്ല, സ്ഥാനമാനങ്ങളുടെ പ്രശ്നമാണ്. പിണറായി വിജയന് പണ്ടേ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു. വീണാ വിജയൻ്റെ കാര്യത്തിൽ പാർട്ടി അത്ര ഇൻട്രസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തുകൊണ്ട് CPM-ൻ്റെ അണികൾ ഇതിൻ്റെ പുറകെ വന്നു എന്ന് അന്വേഷിക്കട്ടെ. എന്ത് ആണ് അവരുടെ പ്രേരണ, അവരുടെ മോട്ടിവേഷൻ? ഇപ്പോൾ ഇത് റെയ്ഡ് നടന്നു. പിണറായി വിജയൻ ഇപ്പോൾ ആഫ്റ്റർ ഓൾ ഒന്നുമല്ല ശരിക്കും, പാർട്ടി പോലും വേണേൽ ഒന്നും അല്ലാതാക്കാം. എല്ലാ ഏരിയ കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലും ഇദ്ദേഹം മാറണം എന്നുള്ള അഭിപ്രായത്തിന് ഭൂരിപക്ഷം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശ്രമത്തിൽ നടത്തുന്നതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ഈ ഇങ്ങനെതിരായി ഇപ്പോൾ സംസാരിക്കുന്ന ഏരിയ കമ്മിറ്റി അംഗങ്ങളെയും ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളെയും നിശബ്ദരാക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ സമരത്തിൽ പങ്കാളിയായി പിണറായി വിജയൻ ചെയ്യുന്ന വിളിച്ചു കഴിയുമ്പോൾ കുറച്ച് നാളത്തേക്ക് പിണറായി വിജയനെ എതിർക്കാൻ അവർക്ക് പറ്റിയില്ല. ചർച്ച ഈ വിഷയത്തിലേക്ക് മാറും. ബ്രാഞ്ചുകളിലൊക്കെ ചർച്ച ഈ സമരം എങ്ങനെ വിജയിപ്പിക്കണം എന്നാലോചിക്കും. പിണറായി വിജയനെ രക്ഷിക്കാനുള്ള സമരം. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രൈമറി ഉദ്ദേശം എന്നാണ് ഞാൻ കരുതുന്നത്. പിണറായി വിജയൻ്റെ പേരിലുള്ള ആരോപണങ്ങൾ പാർട്ടി കമ്മിറ്റികൾ ചർച്ച ചെയ്യാൻ പാടില്ല. അതാണ് ആദ്യത്തെ ആരോപണം. അതിൻ്റെ ആദ്യത്തെ പടിയാണ് സജീവമാക്കുക. അതിനാണ് ഇവർ പണ്ട് എം വി രാഘവൻ്റെ കാര്യത്തിൽ ഈ നിലപാടുണ്ടാക്കി. എം വി രാഘവനെ വഴിയിലിട്ട് തടയാൻ നോക്കി, കൂത്തുപറമ്പ് വെടിയിപ്പുണ്ടാക്കി, രക്തസാക്ഷികളെ ഉണ്ടാക്കി. ഇവിടെ അവർക്ക് രക്തസാക്ഷികളെ ഉണ്ടാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പരാജയപ്പെട്ടോ? ഇന്നലെ പരാജയപ്പെട്ടു. ED ഉദ്യോഗസ്ഥരുടെ വാഹനം, അതിൻ്റെ മുകളിൽ കല്ലെറിയുക, അത് ചില്ല് തകർക്കുക, ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? അത് ഓരോരുത്തരും എറിയുന്നത് ഇത് ചെയ്യുന്നത് ഓക്കെ, എന്തെങ്കിലും കേരളത്തിലെ ഒരു ജനങ്ങളെല്ലാവരെയും ബാധിക്കുന്ന ഒരു വലിയ വിഷയത്തിന്റെ മുകളിലാണ് ഈ വിഡ്ഢികൾ, ഇന്നലെ സമരം നടത്തിയ വിഡ്ഢി കൂട്ടങ്ങൾ, അടിമ കൂട്ടങ്ങൾ ഇത് ചെയ്യുന്നെങ്കിൽ നമുക്ക് ന്യായീകരിക്കാം, അവർ ചെയ്തത് നല്ലൊരു കാര്യത്തിനാണെന്ന്. ഇത് വീണയെയും പിണറായിയെയും അല്ലെങ്കിൽ ഇത് മൊത്തം വീണയിലാണല്ലോ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. മകളെ രക്ഷിച്ചെടുത്താക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തിനാണ് ഈ തെരുവിൽ കിടന്ന് ഇത് ചെയ്യുന്നത്? വേണമെങ്കിൽ അന്വേഷിച്ച് പൊക്കോട്ടെ എന്നുള്ളൊരു നിലപാട് എടുക്കായിരുന്നല്ലോ. ഈ ബിനീഷ് കോടിയേരിയുടെ വീട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് ഇതേപോലെ റെയ്ഡ് ചെയ്തപ്പോൾ ഇതുപോലുള്ള സംരക്ഷണം ആരും കൊടുത്തില്ലല്ലോ സാർ. അപ്പം രണ്ട് നീതി, ബിനീഷിന് വേറൊരു നീതി, വീണയ്ക്ക് വേറൊരു നീതി. വീണയുടെ തന്ത ആരാണ്? അതെന്ന് പറയുന്നത് ബഹുമാന്യനായിട്ടുള്ള പിണറായി വിജയനാണ്. അപ്പോൾ ആ നീതി വീണയ്ക്ക് കിട്ടുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അനീതിയല്ലേ സാർ? വലിയ അനീതിയാണ് ഈ കാണിക്കുന്നത്. താങ്കൾ ഒരു വള്ളത്തെ പോകുമ്പോൾ വള്ളം മറിഞ്ഞാൽ ഒത്തിരി തടിക്കഷ്ണം പോലെ ഒത്തിരി സാധനം കിടപ്പുണ്ട്. ചിലപ്പോൾ തടിക്കഷ്ണം എൻ്റെ കൂടെ ഉണ്ടാവും. താൻ ആദ്യം കിട്ടുന്ന സാധനത്തെ കരുപ്പിടിച്ച് നിങ്ങൾ ആദ്യം കിട്ടുന്ന സാധനത്തെ കരുപ്പിടിച്ച് രക്ഷപ്പെടാൻ നോക്കും. അതുപോലെ ഈ CPM-ൻ്റെ മുമ്പിൽ തടിക്കഷ്ണമായിട്ടും വെള്ളക്കഷ്ണമായിട്ടും വാഴപ്പിൻ്റെ ആയിട്ടും ഒറ്റ കഷ്ണം കിടപ്പുണ്ട്. ഒന്ന് ശ്വാസം വിടണമെങ്കിൽ അവർ നോക്കുമ്പോൾ ഒറ്റ രക്ഷാമാർഗ്ഗമേ കാണുന്നുള്ളൂ. അത് മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുമ്പോൾ പിണറായി വിജയൻ എന്തുമാത്രം മുങ്ങി എന്നുള്ളത് ഈ പാവം പിടിച്ച സഹാക്കൾക്ക് അറിയത്തില്ല. അപ്പോൾ ആദ്യം കണ്ട തടിക്കഷ്ണം, എല്ലാം നഷ്ടപ്പെട്ട CPM-ൻ്റെ അണികളുടെ മുമ്പിൽ കിട്ടിയ ആദ്യത്തെ തടിക്കഷ്ണമാണ് പിണറായി. അതുകൊണ്ട് പിണറായിക്ക് കരുത്ത് കൊടുക്കുക. പിണറായിയുടെ വേറൊരു നേതാവിനെ പറ്റി ചിന്തിക്കും. അവരുടെ തലച്ചോറിൽ നിന്ന് ഇതെല്ലാം മാറ്റി എറേസ് ചെയ്തിടണം. മറ്റ് ലോക വിവരങ്ങളും മറ്റ് കേരളത്തെക്കുറിച്ചുള്ള വിവരങ്ങളും മറ്റ് കേരളത്തിലെ നേതാക്കന്മാരുടെ പ്രവർത്തനം, ഇത്തരം സംഭവങ്ങളെല്ലാം തലച്ചോറിനെ മസ്തിഷ്കത്തെ സംഭാവന ചെയ്യല്ല
കംപ്ലീറ്റ് ശൂന്യമാക്കി. അവർക്കൊന്നേ അറിയാവുള്ളൂ, പിണറായി, അത് മാത്രമേ അവർക്ക് അറിയാവുള്ളൂ. മതപരമായ ചിട്ടയോടെ ഇപ്പം ഞാൻ ഇപ്പം ഇന്നലെ കാണിച്ചത് എല്ലാ SDP ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അപ്പോൾ ഇസ്ലാം മതത്തിനിടയ്ക്ക് തീവ്രമായ നിലപാടുകൾ എടുക്കുന്നവരാണ്. ഇന്നലെ അവിടെ പിണറായി വിജയന് വേണ്ടി പ്രകടനം നടത്തിയവർ SDP സ്വഭാവം ആർജിച്ച മാർക്സിസ്റ്റുകാരാണ്, സഹാക്കളാണ്. അവർക്ക് വേറൊന്നും വേണ്ട, നേതാവ് എന്ത് പറയുന്നത് ചെയ്യും. അതായത് ഇന്നലെ കല്ലെറിയാനും അവിടെ കൂടി നിന്ന ഈ കുറേയധികം സഖാക്കളുണ്ടല്ലോ, ഈ സഖാക്കളുടെ ബാങ്ക് ബാലൻസും വീണ വിജയന്റെ ബാങ്ക് ബാലൻസും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഇവരൊക്കെ പിള്ളേർ പഠിക്കുന്നോട് നോക്കിക്കൊണ്ട് എവിടെയൊക്കെയാണ് പഠിക്കുന്നത്. അത് ഈ പാവപ്പെട്ടിട്ടുള്ള ഈ വിഡ്ഢികളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരം. എന്നിട്ടാണ് ഇത്തരത്തിൽ വണ്ടി എറിയാനും ഇത് എറിയാനൊക്കെ പോകുന്നത്. ഈ പാവപ്പെട്ട ഇവരെ കുറിച്ച് ബംഗാളിലൊരു മുഖ്യമന്ത്രിയുണ്ട്, അശുതോഷ് മുഖർജി എന്ന് പറഞ്ഞു. ഇവരവിടെ വലിയ വിമൽ മിത്രയുടെ വലിയൊരു 20-ാം നൂറ്റാണ്ട്. ഈ അശുതോഷ് മുഖർജി കാശ് ഇങ്ങനെ ഉണ്ടാക്കി കൂട്ടും, കോൺഗ്രസ്സാണ് സത്യമായിട്ടും. അപ്പോൾ കാശ് ഇങ്ങനെ ഉണ്ടാക്കി കൂടുമ്പോൾ ഒരു ദിവസം 2 പത്രപ്രവർത്തകർ അശുതോഷ് മുഖർജി കാണാൻ പോകുന്നു. അവർക്ക് കോൺഗ്രസ്സുകാരാണ്, ഇടതുപക്ഷ അനുഭവമുണ്ട്. അവരിങ്ങനോട് ചോദിക്കുന്ന, സാറ് എന്തിനാണ് ഈ പൈസ എല്ലാം ഇങ്ങനെ അഴിമതി വീത്തപ്പിനുണ്ടാക്കുന്നത്? അങ്ങനെയൊക്കെ കൂടിക്കണക്കിന് അല്ലാതെ തന്നെ ഉണ്ടല്ലോ, പിന്നെ സർക്കാർ ഖജനാവിൻ്റെ എന്തിനാണ് കൈയിട്ട് വരുന്നത്? എന്നാൽ ഇങ്ങനെ പറഞ്ഞൊരു മറുപടിയുണ്ട്, അത് അണികൾക്ക് കൺവിൻസിങ് ആയി. അതാണ് അതിനകത്തെ രസം. ഞാൻ ജീവിക്കുന്ന രാജ്യത്തിന് വേണ്ടിയാണ്, ബംഗാളിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ എന്തെല്ലാം ഉണ്ടാക്കിയാലും നഷ്ടപ്പെടുത്തിയാലും അത് ബംഗാളിൻ്റെതാണ്. ഞാൻ ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ബംഗാളിന് വേണ്ടി, അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി എന്നാണ് ആ ധ്വനി അങ്ങ് പറഞ്ഞ അണികൾ ശാന്തരായിട്ട് അങ്ങ് പോവാണ്. ഈ പാവം പിടിച്ച ഇന്നലെ അവിടെ തല്ലാനും കൊല്ലാനും അത്യാവശ്യം ആരെങ്കിലും വെടിവെച്ച് കഴിഞ്ഞാൽ ചങ്ക് വിരിച്ച് നിൽക്കാനും ഒക്കെ ഉള്ള ആൾക്കാർ പിണറായി വിജയൻ ജീവിക്കുന്നതും മരിക്കുന്നതും എല്ലാം മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ആണ് എന്ന് അന്ധമായി ധരിക്കുക. അതായത് പ്രിയപ്പെട്ട പാർട്ടി സഖാക്കളെ, നിങ്ങൾ കേരളത്തിൻ്റെ എന്നെയോ സാറിനെയോ അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള മറ്റ് മതവിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്, ഇവരെ ബാധിക്കുന്ന ഒരു വിഷയത്തിനല്ല നിങ്ങൾ കഴിഞ്ഞ ദിവസം ED ഉദ്യോഗസ്ഥരുടെ ഈ കാറ് ചില്ലി പൊട്ടിച്ചതും ആക്രമണം നടത്തിയതും. നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ സഖാവിൻ്റെ മകളെ രക്ഷിക്കാനായിട്ടാണ്. ഇത് എന്നെയോ മകൾ നിരപരാധിയായ മകളല്ല, കൊള്ളക്കാരിയായ മകളെ രക്ഷിക്കാനാണ് നിങ്ങൾ ഈ പേക്കൂത്ത് നടത്തിയത്. ഇത് കേരളത്തിലെ ജനങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? കേരളത്തിലെ ജനങ്ങൾ ഇതിലൊക്കെ കൺസേൺഡ് ആവേണ്ട ആവശ്യം എന്താ? ഈ പാർട്ടിക്കാരനും ഇയാളുടെ മകളും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒന്നുമല്ല. നമുക്ക് എന്തിനാണ് സാർ നമ്മൾ ഇവരെ വില വെക്കേണ്ട ആവശ്യം? ഞാനൊരു പൊതുസമൂഹത്തിന്റെ ഒരു രോക്ഷത്തിന്റെ ഭാഗമായിട്ടാട്ടോ ചോദിക്കുന്നത്. പിന്നെ ഒരു ഒറ്റ ഉദാഹരണം കൂടെ പറഞ്ഞാൽ പിണറായി വിജയന്റെ റോൾ ഇപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ആ മണ്ടന്മാരറിയുന്നില്ല. അയാൾക്ക് ഇന്ദിരാക്കം വയ്ക്കാൻ പറഞ്ഞു. ശബരിമലയ്ക്ക് പോകുമ്പോൾ പെരിയസ്വാമി എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ മലബാറിലുണ്ടോന്ന് എനിക്കറിയില്ല, പെരിയസ്വാമി എന്ന് പറഞ്ഞ ആളാണ്. ആദ്യം പോകുന്ന ആൾക്കാരെ എല്ലാവരും കൂടെ കൂട്ടി, ചെറുപ്പക്കാരെ എല്ലാവരും കൂടെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന പെരിയസ്വാമിയാണ്. അയാളാണ് ഇതിൻ്റെ ആചാരക്രമങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ ഓരോ സ്ഥലങ്ങളിൽ വഴി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ പണ്ട് കാലത്ത് മുഴുവൻ പുലിയും നായും തെന്നായും ഒക്കെ ഉണ്ടായിരുന്നു. ആന അല്ല കാട്ടാന അല്ലെങ്കിൽ പുലിയൊക്കെ വരുന്ന ഭാഗത്ത് വരുമ്പോൾ ഈ പെരിയസ്വാമി പറയും, പുലി വരുന്ന ഭാഗത്ത് വരുമ്പോൾ പറയും, നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ എനിക്ക് ചുറ്റും നിന്നോ, ശരണം വിളിച്ചുകൊണ്ട് നിന്നോ, പുലിയുടെ എൻ്റെ അടുത്ത് നിന്നാൽ നിങ്ങൾ പേടിക്കേണ്ട, ഒരു കുഴപ്പമുണ്ടായി കിടന്നു. പക്ഷെ പുലി വന്നാൽ മൊത്തം പിടിക്കും. അപ്പോൾ ആ കൂടെ ആർക്ക് രക്ഷപ്പെടാം? നടുക്ക് നിൽക്കുന്ന പെരിയസ്വാമിക്ക് രക്ഷപ്പെടാം, പുലി ബാക്കിയുള്ളവരെ കടിച്ചെടുത്തോണ്ട് പോകുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ബുദ്ധിയാണ് അയാൾ ഉപയോഗിക്കുന്നത്. അതേ തന്ത്രമാണ് പിണറായി ഉപയോഗിക്കുന്നത്. എൻ്റെ ചുറ്റും നിന്നാൽ കേരളത്തെ രക്ഷിക്കാം, CPM-നെ രക്ഷിക്കാം, നാളെ വീണ്ടും നമുക്ക് അധികാരത്തിൽ വരാമെന്ന് പഠിപ്പിച്ച് വെച്ചിരിക്കുക. അപ്പൊ പിണറായി ആണോ CPM? ആണ്. അപ്പൊ കഴിഞ്ഞ ദിവസം അതാണ് വ്യക്തമാക്കിയത്. നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള പിണറായി വിജയൻ കൃത്യമായിട്ട് കേരള സമൂഹത്തിനോട് പറഞ്ഞു, CPM എന്ന് പറഞ്ഞാൽ അത് പിണറായി ആണ്, അത് പിണറായി മാത്രമാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VD സതീശനാണ്, KC വേണുഗോപാലാണ്, രമേശ് ചെന്നിത്തലയാണ്, രാഹുൽ മാങ്കൂട്ടമാണ്, ഷാഫി പറമ്പിലാണ്. അങ്ങനെ നിരന്തരം ഒരുപാട് നേതാക്കളുടെ ഒരു വലിയ കൂട്ടമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. CPM എന്ന് പറഞ്ഞാലോ? CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ, പുലി വരുമ്പോൾ ഒരുമിച്ച് നിൽക്കണം. അല്ല, പിണറായി വിജയൻ. അപ്പം എന്തുമാത്രം നമ്മളൊക്കെ ഒരു കാലത്ത് സ്നേഹിച്ചിരുന്ന ഈ പാർട്ടി, ഈ CPM എന്ന് പറയുന്ന പാർട്ടി എന്തുമാത്രം ദയനീയമായ അവസ്ഥയിലേക്കും കൂപ്പുകുത്തിയിരിക്കുന്നു എന്നുള്ള കഴിഞ്ഞ ദിവസം കണ്ടത് നമ്മൾ. അതല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടത്? അതല്ല. അല്ല, ഇപ്പോൾ ഇന്നലെയും വീണ വിജയന് വേണ്ടി എന്തെന്നറിയാതെ മുദ്രാവാക്യം വിളിക്കാൻ പോയ പാവം പിടിച്ച മന്ദബുദ്ധികൾ തന്നെ വിളിക്കാവരെ, അവരുടെ മനസ്സോട് നമ്മൾ എന്താ പറയണ്ടേ?
നിങ്ങൾ അഭിമന്യുവിനെ പോലെ കൂത്തുപറമ്പിലെ പോലെ നാളെ വെടിവെച്ച് ചത്തിരുന്നെങ്കിലും ആ, കുറച്ചുകൂടെ പോലീസിന് ആക്റ്റീവ് ആയാൽ ആ. ഉറപ്പായിട്ടും വെടിവെപ്പ് ഉണ്ടാവും. ആ. പ്രൊവോക്ക് ചെയ്ത് പോലീസിനെ കൊണ്ട് വെടിവെക്കുകയും രക്തസാക്ഷിയെ കിട്ടുക. പക്ഷെ ഭാഗ്യവശാൽ CPM-കാരുടെ കേരളത്തിന്റെ ഭാഗ്യവശാൽ അവർക്ക് ഒരു വെടിവെപ്പ് തുടങ്ങാൻ പറ്റിയില്ല. ഒരു പുഷ്പനെ പോലും സൃഷ്ടിക്കാൻ പറ്റില്ല. മരിച്ചില്ലേ പോലും ഒരു പുഷ്പനെ പോലെ കട്ടിലെ കിടത്തിയാൽ പറയാമല്ലോ, ഓർമ്മയുണ്ടോ പുഷ്പനെ, ഓർമ്മയുണ്ടോ പുഷ്പനെ നടക്കാം. പിന്നെ രണ്ടാമത് 2 രൂപയുടെ അവർ പ്രതീക്ഷിച്ചിരിക്കണം. ഇപ്പൊ കാശില്ലാത്ത സമയം, മരണമില്ല, രക്തസാക്ഷികളുടെ ബില്ലാണ്, കാശ് ഒത്തിരി കിട്ടും. ഇവിടെ 2-3 രക്തസാക്ഷി ഉണ്ടെങ്കിൽ അവിടെ ധനരാജന്റെ പയ്യന്നൂര് പിരിച്ച പോലെ പിരിക്കത്തില്ലേ കാശ്? നാട് മുഴുവൻ പിരിക്കത്തില്ലേ? ലോകം മുഴുവൻ പിരിക്കത്തില്ലേ? ഗൾഫിലൊക്കെ ഉണ്ട് ഇവരുടെ ഇതുണ്ട്, സ്ലീപ്പിംഗ് സെല്ലുണ്ട്. അവരെ എല്ലായിടത്തൂടെയും പിരിക്കാം. രക്തസാക്ഷി മണ്ഡപം പണിയാം, ആർഭാടം നടത്താം. അവിടെ പിരിച്ച പോലെ ധനരാജ്, ഒന്നും മറ്റായിരുന്നങ്ങാരുടെ പേര്, മരിച്ചുപോയാണ്. ധനരാജിന് വേണ്ടി പിരിച്ച പോലെ ഇവിടുത്തെ തിരുവനന്തപുരത്തെ രക്തസാക്ഷികൾക്ക് വേണ്ടി പിരിക്കാം. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു, ഇതിൻ്റെ അകത്ത് ഞാൻ പറയുന്നത് മലബാറിലെ നേതാക്കളും തിരുവനന്തപുരത്തെ നേതാക്കളും തമ്മിൽ ഒരു ഉൾപ്പോരുണ്ട്. അത് ചിലപ്പോൾ റിയാസും പിണറായി എതിർവശത്തായിരിക്കുകയും ചെയ്യും. ഇവിടെ സംഭവിച്ചത് കോഴിക്കോടോ പിണറായിയുടെ നാട്ടിലോ ജയരാജൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ട് പോലും അവിടെയൊന്നും കലാപോ ഇതുപോലത്തെ അന്തരീക്ഷം ഉണ്ടായില്ല. ഇവിടെ തിരുവനന്തപുരത്ത് മാത്രം ഉണ്ടായി. എന്തുകൊണ്ട് എന്ന ഒരു നിമിഷം ആലോചിക്കാൻ ഈ സഖാക്കളൊന്ന് സത്യം. ശരി, നമ്മൾ സമരത്തിന് എതിരല്ല. സമരം കൃത്യമായിട്ട് വേണ്ട കാര്യങ്ങൾക്ക് ചെയ്യണം. രീതി അതിലൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്തിനാണ് ഈ സമരം ഇന്നലെ നടന്നത്? എന്തിനാണ്? വീണയെ രക്ഷിക്കാനോ? വീണ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുല്ലുമല്ല വീണ എന്ന് പറയുന്നത്. വീണ വിജയൻ കേരളത്തിലെ ജനങ്ങൾക്ക് വീണ ആരാ? വീണ ഒരു ചുക്കുമല്ല വീണ, അല്ലേ സാർ? വീണ ആരാണ്? കമ്മ്യൂണിസ്റ്റ് നേതാവിന് പറഞ്ഞ മകള്. അല്ലെ, കമ്മ്യൂണിസ്റ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. നമ്മളെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾക്കൊന്നുമല്ല അവർ കഴിഞ്ഞ ദിവസം ഇടപെട്ടത്. ഈ ചില വാക്കുകൾ എത്ര കാലം കഴിഞ്ഞു കഴിഞ്ഞാലും അന്വർത്ഥമാകുമെന്ന് പറയുന്നത് ഭയങ്കര ശരിയാണ്. ഈ MN വിജയൻ വളരെ ക്രാന്തദർശിയായിട്ടുള്ള ഒരാളാണെന്ന് ഇപ്പം നമ്മൾ തിരിച്ചറിയാണ്. അദ്ദേഹത്തിൻ്റെ പാഠം എന്ന് പറയുന്ന ഒരു മാഗസീൻ ഉണ്ട്, ആ പേര് ശ്രദ്ധിക്കണം, പാഠം. അതിൻ്റെ എഡിറ്ററായിരുന്നു MN വിജയൻ. ആ പാഠം മാഗസീൻ്റെ ഒരു തലവാചകം ഞാനൊന്ന് വായിക്കാം. അത് പബ്ലിഷ് ചെയ്തത് 2006 ജനുവരി മാർച്ച് ലക്കത്തില്ല കേട്ടോ. അന്ന് ആ പുസ്തകത്തിൻ്റെ വില എന്ന് പറയുന്നത് 20 രൂപയാണ്. ഇന്ന് അതിന് വലിയ വിലയുണ്ട്. അതിൻ്റെ തലവാചകം ഇങ്ങനെയാണ്: 2006 ജനുവരി ലക്കത്തിലെ MN വിജയൻ എഡിറ്റർ ആയിട്ടുള്ള പാഠം എന്ന് പറയുന്ന മാഗസീൻ. പാർട്ടിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ട് പിണറായി വിജയൻ നയിക്കുന്ന ഘോഷയാത്ര. 2006 ആട്ടോ. ഇന്നത് നോക്കുമ്പോൾ അത് തന്നെയല്ലേ? അങ്ങനെയല്ലേ? കഴിഞ്ഞ ദിവസത്തെ കാഴ്ച അതല്ലേ സാർ കാണിച്ചു തന്നത്? അതാണ് കാണിച്ചത്. അതുപോലെ ഒത്തിരി മൃതദേഹങ്ങൾ ഇനി ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ. ഇന്നലെ വെടിവെയ്പ്പ് ഉണ്ടാകേണ്ട സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായി. അത് പക്ഷേ സമർത്ഥമായിട്ട് എന്തുകൊണ്ടോ കേരള പോലീസിലെ ബോധമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. ചെന്ന് തലവെച്ച് കൊടുത്താൽ ആ ഒറ്റ കേരളം മുഴുവൻ കത്തിക്കാനുള്ള ശ്രമം നടത്തും. പിണറായി വിജയൻ കത്തിക്കാൻ പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ 2 ലക്ഷ്യം കൂടെ ഇതിൻ്റെ അകത്ത്. ഇന്നലത്തെ കലാപത്തിന് ലക്ഷ്യം ചോദിച്ചില്ലേ? രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് പാർട്ടിയിൽ തനിക്കെതിരായി റിബൽ ചെയ്യുന്ന ഇടത്തരം നേതാക്കന്മാരെ, അത് പി ജയരാജാണ്, EP ആണെങ്കിലും MP ആണെങ്കിലും ഏതാണ്, ഇടത്തരം നേതാക്കന്മാർക്കൊരു മുന്നറിയിപ്പ് കൂടിയാണ്. പാർട്ടി അണികൾ ഇപ്പോഴും എൻ്റെ പിന്നിൽ ഉറച്ചു നിൽക്കുന്നത്. അതാണ് എൻ്റെ സംഭവം. പുതിയ നേതൃത്വം വേണ്ടേ? ആരാ? ഒരു പേര് പറയാം, ഒരു സജസ്റ്റ് ചെയ്യാം. സ്വരാജ്. അല്ല, ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് കമ്പാരിറ്റീവ്ലി പറയാനെങ്കിലും പറ്റുന്ന പേര് M സ്വരാജ്. ഈ സ്വരാജിനെ പോലുള്ള ഒരു നേതാവിനെയൊക്കെ എന്തിനാണ് സാർ നിങ്ങൾ ഇങ്ങനെ തഴയുന്നത്? എത്ര മികച്ചൊരു നേതാവാണ് ഈ സ്വരാജ് എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രിയപ്പെട്ട സ്വരാജ്. വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ആ സ്വരാജിനെയൊക്കെ ഒന്ന് മുമ്പോട്ട് പ്ലേസ് ചെയ്യൂ, പ്രൊജക്റ്റ് ചെയ്യൂ. ഇത് എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ മാത്രം മതിയോ CPM? പക്ഷെ ഒരു കാര്യമുണ്ട്, സ്വയം മാനസിക വളർച്ച എത്താതെ മറ്റുള്ളവരുടെ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും കേട്ട് വേറെ സ്ഥലത്ത് പോയി അത് അതേപടി കോപ്പി അടിച്ച് പറയുന്ന ഒരു ശൈലി. സ്വന്തമായി ചിന്താശക്തി വേണം. എന്ത് സംഭവിക്കുന്നു, പാർട്ടിയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറയാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടയാളാണ് സ്വരാജ്. അല്ലെങ്കിൽ അച്യുതാനന്ദനെ പറ്റി ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം സ്വരാജ് പറയില്ല. സ്വരാജിൻ്റെ തലച്ചുകൊണ്ട് എവിടെയോ തകരാറ്. ആ തകരാറ് പരിഹരിക്കാതെ സ്വരാജിനെ പിടിച്ച് നേതാവാക്കിയ മൊത്തം ആവും. അതിനെപ്പറ്റി ചോയ്സൊന്ന് മാർക്കറ്റ് പാർട്ടിയിലില്ല. നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെ രവീന്ദ്രനാഥ് ഉണ്ടായിരുന്നു, പിന്നെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു, അവിടുന്ന് ജയിച്ച MP ആയിപ്പോയി രാധാകൃഷ്ണൻ. അങ്ങനെ കുറേ പേരുണ്ട്. പക്ഷെ അവർ എന്ത് പാർട്ടിയിൽ എന്ത് ശക്തിയുണ്ട്, ഒരുമാതിരി കൊള്ളാവുന്നവരെല്ലാം പുറകോട്ട് പോകും, പാർട്ടിയിൽ നിന്ന് പുറകോട്ട് പോകും. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ പുറകോട്ട് പോകുന്നവർക്ക് ഒരു ചെറുത്തുനിൽപ്പിന് സാധ്യതയുടെ മാർഗ്ഗം ഇപ്പോൾ തുറന്നിട്ടുണ്ട്. പിണറായി വിജയൻ ഫേസ് ചെയ്യുന്ന മാർക്സിസ്റ്റ് പാർട്ടി, മറ്റൊരു മാർക്സിസ്റ്റ് പാർട്ടിയുണ്ട്, TK ഗോവിന്ദനും ഉണ്ണികൃഷ്ണനും സൃഷ്ടിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുണ്ട്. CPM എന്ന് പറയുന്ന പാർട്ടി
കേരളത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ പോലും ഇപ്പം പറയുന്നൊരു കാര്യമാണ്, ഇത് തകർച്ചയുടെ പതനത്തിൻ്റെ അങ്ങേ അറ്റത്താണ് ഇപ്പം നിൽക്കുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ഒരു കാര്യം ചെയ്യുന്നില്ല, പകരം എങ്ങനെ കൂടുതൽ ദുരിതത്തിലേക്ക് കൊണ്ടുപോകാം എന്ന പരിപാടികളാണ് ഇവർ ആസൂത്രണം ചെയ്യുന്നതെന്നാണ്. അപ്പം ഇതിൻ്റെ പിന്നിലൊരു നിഗൂഢ പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്ന് പറയുന്നത് ബംഗാൾ കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്, കേരളത്തെ ബംഗാൾ ആക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് പദ്ധതി. കൃത്യമായിട്ട് നിങ്ങളുടെ പദ്ധതി എന്ന് പറയുന്നത് കേരളത്തെ ബംഗാൾ ആക്കുക എന്നുള്ളതാണ്. പാർട്ടിയെ രക്ഷിക്കാനായിട്ട്, CPM-നെ രക്ഷിക്കാനായിട്ട് ഒരു ചുക്കും നിങ്ങൾ ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസം നടന്നത് കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ട് എത്തിക്കുകയാണ് ചെയ്യുക. തീർച്ചയായിട്ടും അതിൻ്റെ ആ അസൈൻമെന്റ് കൊടുത്തിരിക്കുന്നത് പിണറായി കേരളത്തിലെ കാവ്യവൽക്കരണത്തിന്, അല്ലെ സംഘപരിവാരവൽക്കരണത്തിൻ്റെ അസൈൻമെന്റ് കൊടുത്തിരിക്കുന്നതും പറ്റുന്നിടത്തോളം രീതിയിൽ നന്നായി മുമ്പോട്ട് കൊണ്ടുവന്ന് നോക്കുന്നതും മറ്റാരുമല്ല, സാക്ഷാൽ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ആ അന്തർ സർക്കിളിലുള്ള ആൾക്കാരുമാണ്. സാറ് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതും കൂടി പറയാതെ ഇത് പൂർത്തിയാകില്ല എന്ന് തോന്നുന്നു. അതായത് ഈ തെരുവിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്, അത് മതതീവ്രവാദികൾ എന്താണോ ചെയ്യുക ആ രീതിയിലുള്ളൊരു സ്വഭാവമാണ് ഇവർ കണ്ടത്, ഭ്രാന്തന്മാരായിട്ട്, അല്ലേ? അങ്ങനെയാണ് കണ്ടത്. അത്തരം ഘട്ടങ്ങളിൽ ഇത്തരം കാഴ്ചകളൊക്കെ കാണുമ്പോഴാണ് പെട്ടെന്ന് നമ്മൾ മഹാത്മാഗാന്ധിയെ ഓർത്തു പോകുന്നത്. അങ്ങ് നേരത്തെ പറഞ്ഞു, അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വരികയാണ്. കാരണം മഹാത്മാഗാന്ധി എംഫസൈസ് ചെയ്തത്, അദ്ദേഹം പ്രാധാന്യം നൽകിയത് രാഷ്ട്രീയത്തിലായാലും മറ്റ് എത്തിക്സിലൊക്കെ ആയാലും സത്യത്തിനാണ്, മര്യാദ. അത് കഴിഞ്ഞ ദിവസം കണ്ടില്ല. അത് ആരും പകർന്നു കൊടുക്കും? ഗാന്ധിയുടെ പഠനത്തിൽ നിന്നും ചിന്തയിൽ നിന്നും എല്ലാം കൂടെ ആവാഹിച്ചെടുത്താണ് ഗാന്ധിയുടെ മാർഗം. അല്ലെങ്കിൽ ഒരു ധാർമ്മിക ശക്തി എല്ലായിടത്തും ഉണ്ട്. ചിലരുടെ രാജ്യങ്ങളിൽ മതമായിരിക്കും, മതപുരോഹിതന്മാരായിരിക്കും, രാഷ്ട്രീയ നേതാക്കളായിരിക്കും, മിലിറ്ററി നേതാക്കളെ. ആ ധാർമ്മിക ശക്തി ഇല്ലെന്ന CPM നേതാക്കൾ പോലും, ഒരു നേതാവ് പോലും ഇല്ല. കോൺഗ്രസ് നമുക്ക് ഒരു ഡസം പേരുടെ പേര് പറയും. ഇപ്പോഴും സുധീരൻ ആദരിക്കപ്പെടുന്നതാണ്. ഒന്നുമല്ല, എല്ലാ സ്ഥാനവും നഷ്ടപ്പെട്ടു, ഇല്ല, ഒന്നുമല്ല അങ്ങനെ. പക്ഷെ എന്നാൽ പോലും സുധീരനെ ബഹുമാനത്തോടെ കാണാൻ സംഭവം. എന്തുകൊണ്ടത്? ആ ധാർമ്മിക ശക്തിയുണ്ട്. ഈ കൂട്ടത്തിൽ ധാർമ്മിക ശക്തിയുള്ള ഒറ്റയാളുടെ പേര് പറയും, ഒരാളുമില്ല. അത് തന്നെയാണ് CPM-ന്റെ തകർച്ച. ആ തകർച്ച വീണ്ടും അടുത്ത പ്രാവശ്യം വീണ്ടും അത് കൂടുതൽ ഗംഭീരമായിട്ട് എത്ര പേര് കാണുമെന്നൂടെ അറിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ ഗംഭീരമായിട്ട് അതിന്റെ എങ്ങനെ കൂടുതൽ തകർച്ചയിലേക്ക് പോകാം എന്ന ആസൂത്രണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൃത്യമായിട്ട് അത് നടക്കട്ടെ, കേരളം ബംഗാളാകട്ടെ. വീണാ വിജയന്റെ വീട്ടിൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം വീണാ വിജയൻ താമസിക്കുന്ന വീടാണ്, അത് പിണറായി വിജയന്റെ വീട്ടിലാണ്, അത് വേറെ കാര്യം. പിണറായി വിജയൻ വീണയുടെ അച്ഛനും കൂടെയാണ്. വീണാ വിജയന്റെ വീട്ടിൽ റെയ്ഡ് ചെയ്തപ്പോൾ വീണാ വിജയൻ കുറ്റവാളിയാണ്, അല്ല ഇത്രയും കോടി രൂപ മരവിപ്പിച്ചു എന്നുള്ള തെളിവ് നമ്മുടെ മുമ്പിൽ പരസ്യമായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഈ കാശുണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ആ കൊച്ചിൻ്റെ വ്യവസായ സ്ഥാപനത്തിനുമില്ല. അതിൻ്റെ ഒരു റിപ്പോർട്ടും പുറത്ത് വന്നിട്ടില്ല. മറിച്ച് ഈ കാശുണ്ടാക്കിയത് ക്രിമിനൽ ചീറ്റിംഗ് വഴിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നാളെ വീണാ വിജയനെ കാത്തിരിക്കുന്നത് ഇരുമ്പഴികളാണ്. ജയിലിലേക്ക് തന്നെ വീണാ വിജയൻ പോകേണ്ടി വരും. പക്ഷെ ആ കൂട്ടത്തിൽ എനിക്ക് സംശയം, വെള്ളത്തിൽ മുങ്ങിച്ചാകാൻ ചെന്ന ഒരാളെ രക്ഷിക്കാൻ തുടങ്ങുമ്പോൾ കൈ പിടിച്ച് ആരെങ്കിലും കരകയറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ കൈയോടുകൂടി അയാളെ കൂടെ വലിച്ച് താഴെയിടും. ചിലപ്പം വീണാ വിജയൻ്റെ വലിയ പിണറായി വിജയനും താഴോട്ട് പോയാൽ. യഥാർത്ഥത്തിൽ പാർട്ടി സഖാക്കൾ പറയേണ്ട ഒരു കാര്യം, വീണ കറപ്റ്റ് ആണെങ്കിൽ അവളെ പിടിച്ചെടുത്ത് ജയിലിലിടണമെന്നാണ് പാർട്ടി സഖാക്കൾ പറയേണ്ടത്. അത് പറയാനുള്ള ചങ്കുറപ്പും നട്ടലും യഥാർത്ഥത്തിൽ അവർക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വീണ്ടും ആവർത്തിക്കുന്നത്, കേരളം ബംഗാളാകും. ഒരുപക്ഷെ കേരളം ബംഗാളാകുമ്പോൾ ഇന്ന് തെരുവിൽ ആരാണോ ഈ ED-യുടെ വണ്ടിക്ക് നേരെ കല്ലെറിഞ്ഞത്, അവര് BJP ചേരുകയും ചെയ്യും. ഒരു സംശയമില്ല കാര്യത്തിൽ. ഇതേ ആളുകൾ ഇന്ന് ഈ തെരുവിൽ സമരം ചെയ്ത ഇതേ ആളുകൾ നാളെ BJP-യുടെ വലിയ ഒരു ശക്തിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.